എൻ്റെ പൊന്നു സാറന്മാരെ, ഞാൻ നിൽക്കണോ അതോ പോണോ? ഇതാണ് ഇപ്പോൾ അമേരിക്കയിൽ ടിക്ടോക്കിൻ്റെ അവസ്ഥ. ജനുവരി 19 മുതൽ യുഎസിലെ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ടിക്ടോക്കിനെ നീക്കം ചെയ്യുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാനിന് പിന്നാലെ ഇന്ന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ടിക്ടോക്ക് അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ട്രംപ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ജോ ബൈഡൻ സർക്കാർ നടപ്പാക്കിയ നിയമം പാലിക്കാത്തത് കൊണ്ടാണ് ടിക്ടോക്കിന്റെ പ്രവർത്തനം അമേരിക്കയിൽ നിരോധിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആ ടിക്ടോക്കിനെയാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവരാനിരിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടിക്ടോക്ക് ഇപ്പോൾ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. 50% ടിക്ടോക്കിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കും എന്ന നിബന്ധനയോടുകൂടിയാണ് ഈ പ്രസ്താവന പുറത്തു വന്നതെന്നും വാർത്തകളിൽ പറയുന്നുണ്ട്. 2020 പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ടിക്ടോക്കിനെതിരെ നിന്ന ആളാണ് ട്രംപ്. അമേരിക്കൻ പൗരന്മാരുടെ വിവരങ്ങൾ ചൈനീസ് സർക്കാർ എടുക്കുന്നു എന്ന ആരോപണമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ യുവ വോട്ടർമാരിലേക്ക് എത്താൻ ടിക്ടോക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ടിക്ടോക്കിനൊപ്പം നിൽക്കുന്നതെന്നും ട്രംപ് പറയുന്നു.